ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഒരിടത്തും പ്രശ്നമില്ല. പാലക്കാട് 184 ബൂത്തുകളിലും സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഒരിടത്തും ഇതുവരെ അനിഷ്ട സംഭവം. കൂടുതൽ ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് രാവിലെ നീണ്ട നിരയുണ്ടായിരുന്നു, പക്ഷെ വെയിലാവുമ്പോൾ പോലും ആ തിരക്ക് ഒഴിയുന്നില്ല, തിരക്ക് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ മണിക്കൂറിലും ഒരു 7% വെച്ച് കൂടി വരും എന്ന് തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കാം. ഇത് തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. 2021 കണക്കിലേക്ക് എത്തുമോ എന്നുള്ളതാണ് 71% എത്തിയാൽ അത് നല്ല പോളിംഗ് ആയിരിക്കും. ഏതാണ്ട് 1,40,000 ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. ഇതേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ അപ്പുറത്തേക്ക് ഒരു വോട്ടിംഗ് ശതമാനം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല ആരും തന്നെ. പാലക്കാട് രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതല്ലേ. ഇതേ സമയം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിൽ 2ാം ഘട്ട വോട്ടെടുപ്പാണ്. മഹാരാഷ്ട്രയിൽ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. രാവിലെ സാധാരണ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാവിലെ പോളിംഗ് ശതമാനം അത്ര കൂടാറില്ല, പതിവ് പോലെ തന്നെയാണ്. മഹാരാഷ്ട്രയിലും 6.61% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, മഹാരാഷ്ട്രയിൽ ഈ താവടയിലെ പണം പിടിച്ച ഇതിന് ശേഷമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. അത് BJP ക്യാമ്പിൽ നിന്ന് ഒറ്റുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ഈ മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസവും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ തുടക്കത്തിൽ എങ്ങനെയാണ് പോളിംഗ്, ഏത് രീതിയിൽ പോകുന്നു? മഹാരാഷ്ട്രയിൽ സാധാരണ ഉറ്റുനോക്കാറുള്ളത് രാവിലെ പ്രമുഖരായ ആളുകൾ, അത് സിനിമാ രംഗത്ത് നിന്നുൾപ്പെടെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ. സച്ചിൻ വോട്ട് ചെയ്ത കാര്യം, ഇതൊക്കെയാണ് വരാറുള്ളത്. എന്താണ് ഇപ്പോൾ ഈ ആദ്യ 2.5 മണിക്കൂർ കഴിയുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിവരങ്ങൾ? മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ പണം ഒഴുകുന്നു എന്നതിന്റെ സൂചനകൾ പല ഘട്ടങ്ങളിലായി ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പും ഈ ഇടങ്ങളിലെ 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ മൊത്തം പിടിച്ചെടുത്തത് 1080 കോടി രൂപയുടെ അനധികൃത പണവും മറ്റ് വസ്തുക്കളും ആണ് എന്നതാണ് വ്യക്തം. ഇതിൽ 856 കോടി രൂപയുടെ പണവും സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമാണ്. ബാക്കി മറ്റ് 15 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ നിന്നായാണ് ബാക്കി തുക പിടിച്ചെടുത്തിരിക്കുന്നത്. മദ്യം പിടിച്ചെടുത്തു, മയക്കുമരുന്നുകൾ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കൊണ്ടുപോകുന്നു പിടിച്ചെടുത്തു. അങ്ങനെ വലിയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പുറത്തുവിടുന്നുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി ആരോപിച്ച ഒരു കാര്യം, ആളുകളുടെ വോട്ടർ ID കാർഡുകൾ 2000 രൂപ കൊടുത്ത് വാങ്ങുന്നു, എന്നിട്ട് അവർക്ക് കയ്യിൽ മഷി പുരട്ടി കൊടുക്കുന്നു എന്ന ആരോപണം സമാജ്വാദി പാർട്ടി ഉന്നയിച്ചു. ഇത് പോലീസ് ഇതിൽ നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ ആരോപണമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരുടെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഏതായാലും ഇതിലൊരു കാര്യം, മഹാരാഷ്ട്ര സാധാരണഗതിയിൽ വോട്ട് ചെയ്യുന്നു. ഏതാണ്ട് ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ 6.61% ആളുകൾ വോട്ട് ചെയ്തു. ഇപ്പോൾ അത് 10% അടുത്ത് വരുന്നു എന്നതാണ് അനൌദ്യോഗിക കണക്കുകൾ. 10 മണിയാകുമ്പോഴേക്കും ഏതാണ്ട് ഒരു 12% ആളുകൾ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്യും എന്നാണ് വ്യക്തമാകുന്നത്. അവിടെ എല്ലാ പ്രമുഖരും വോട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി പ്രത്യേകിച്ച് ആളുകളെ വോട്ട് ചെയ്യാൻ യുവാക്കളോടും സ്ത്രീകളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് എക്സിൽ കുറിക്കുന്നു. സച്ചിൻ തെണ്ടുൽക്കർ വോട്ട് രേഖപ്പെടുത്തുന്നു. അതുപോലെ RBI ഗവർണർ ശക്തികാന്ത ദാസ് പോളിംഗ് സ്റ്റേഷനുകൾ വളരെ മികച്ചതാണ് എന്ന് പറയുന്നു. അക്ഷയ് കുമാർ വോട്ട് ചെയ്യുന്നു. ഗവർണർ CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിയ ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്ന ഈ ജാർഖണ്ഡിന്റെ ഒരു സാഹചര്യമാണ്. ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ജാർഖണ്ഡിൽ 12.71% ആളുകൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു എന്നതാണ്. മൊത്തം ഈ ജാർഖണ്ഡിൽ 1.23 കോടി ആളുകളാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അതിൽ അവിടെ 524 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 472 പേർ പുരുഷന്മാരാണ്. അതിൽ 55 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ ഈ വോട്ടെടുപ്പിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ പാക്കൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കാണിക്കുന്നത്. 16.12% വോട്ട് അവിടെ കാണിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന മണ്ഡലം റാഞ്ചിയാണ്. അവിടെയും 16% പോളിംഗ് ആദ്യ മണിക്കൂറിൽ തന്നെ നടന്നു എന്നതാണ്. റാഞ്ചി നമുക്കറിയാം, ഒരു BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. 6 തവണ അവിടെ സിറ്റിംഗ് MLA നമ്മുടെ CP സിംഗ് ആയിരുന്നു. അദ്ദേഹത്തെ പക്ഷേ ഇത്തവണ ശക്തമായി നേരിടാൻ ആയി തന്നെ JMM രംഗത്തിറക്കിയിരിക്കുന്നത് മാഞ്ചിയെയാണ്. റാഞ്ചി ശക്തി കേന്ദ്രമാണ് BJPയുടെ. അവിടെ സച്ചിനെ പോലെ തന്നെ ഒരാളുടെ വോട്ട് നോക്കുന്നു, മഹേന്ദ്ര സിംഗ് ധോണി അല്ലേ. ശരി, പാലക്കാടേക്ക്